കുഞ്ഞുമക്കൾക്ക് അക്ഷരം പഠിപ്പിക്കുക എന്നത് വലിയ ഒരു സൗഭാഗ്യം തന്നെയാണ്. അവരുടെ ജീവിതത്തിലെ എല്ലാ അറിവുകളും നേടാൻ അവരെ സഹായിക്കുന്ന പ്രഥമഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ചുവടാണ് അക്ഷരങ്ങൾ പഠിപ്പിക്കുക എന്നത്. അക്ഷരം പഠിപ്പിക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ പ്രയാസങ്ങൾ നേരിടാറുണ്ട്. ചില മക്കൾക്ക് പഠിച്ചതും മറന്നു പോകുന്നു, ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ പൊതുവിൽ നമുക്ക് സ്വീകരിക്കാവുന്ന പരിഹാര രീതികളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് പ്രത്യേകിച്ചും ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തവർക്കാണ് കൂടുതൽ ഇത് ഫലപ്പെടുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒന്നിലധികം മെത്തേഡുകൾ, അപ്രോച്ചുകൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ സമീപനം സ്വീകരിക്കുക. ഒരേ ഒരു സമീപനമാകുന്നതിന് പകരം ഒന്നിലധികം സമീപനങ്ങൾ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ കൂട്ടത്തിൽ പ്രത്യേക ക്യാരക്ടേഴ്സ് ഉണ്ടാകും. വിഷ്വൽ ഓറിയന്റഡ് ആയിട്ടുള്ളവരുണ്ടാകും, കിനസ്തറ്റിക് ഓറിയന്റഡ് ആയിട്ടുള്ളവരുണ്ടാകും, ഓഡിറ്ററി ഓറിയന്റഡ് ആയിട്ടുള്ളവരുണ്ടാകാം. കൂടുതൽ ഏതാണോ അവർക്ക് പ്രിഫേർഡ് ആയി കിടക്കുന്നത്, അവർക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ട് ഏത് ക്യാരക്ടർ കിടക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്നാൽ അത് അധ്യാപകരിൽ ചിലർക്കെങ്കിലും ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങൾ മനസ്സിലാകാത്തവരുണ്ടാകാം, അല്ലെങ്കിൽ അതത്ര പെട്ടെന്ന് നിരീക്ഷിക്കാൻ കഴിയാത്തവരുണ്ടാകാം. അവർക്ക് കൂടി സഹായകമാകുന്ന രീതിയിലാണ് ഞാൻ ഇനി നിർദ്ദേശങ്ങൾ പറയുന്നത്. അതായത് വിഷ്വൽ എന്ന് പറയുമ്പോൾ ഒറ്റവാക്കിൽ താൽക്കാലികമായി കാഴ്ചയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്ന് വേണം പറയാൻ. ഓഡിറ്ററി എന്ന് പറയുമ്പോൾ ഓഡിയോ, അതായത് ശബ്ദത്തെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ താൽക്കാലികമായി പറയാം. കിനസ്തറ്റിക് എന്ന് പറയുമ്പോൾ ഫീലിംഗ് അല്ലെങ്കിൽ ടച്ച് ചെയ്യുക, അത്തരം സംഗതികൾക്ക് പ്രാധാന്യമുള്ളത് എന്ന് വേണമെങ്കിൽ താൽക്കാലികമായി അങ്ങനെ പറയാം. ഇതൊക്കെ വിശദമായി നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതല്ല, ആവശ്യമില്ലല്ലോ. അപ്പൊ അവിടെ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിക്കുക. അക്ഷരം പഠിക്കുന്ന ആ സമയത്ത് വ്യത്യസ്ത ഇന്ദ്രിയങ്ങളെ ഉൾപ്പെടുത്തുക. അതായത് സ്പർശനം, അതുപോലെ കാഴ്ച, ഫീലിംഗ്, ഇതിനെല്ലാം ഒരേ സമയത്ത് ഉൾപ്പെടുക. എന്തിനൊക്കെ ചെയ്യാം? അതിൽ കളർ പേപ്പറുകൾ ഉപയോഗിക്കാം, സാൻഡ് പേപ്പറുകൾ ഉപയോഗിക്കാം. അക്ഷരത്തെ നല്ല വർണ്ണാഭമായി കാർഡുകളാക്കാം. അതുപോലെ അക്ഷരങ്ങൾ തന്നെ പാട്ടായിട്ട് പാടി പറയുക, അക്ഷരങ്ങളെ പാട്ടായിട്ട് ഉപയോഗിക്കുക. അതേ സമയത്ത് തന്നെ ഒരു ടോയ്സിലോ മറ്റോ ഒക്കെ ഇതിനുപയോഗിച്ചിട്ട് ടോയ്സിൽ ഇത് വെച്ച് ഇങ്ങനെ ഓടിക്കുക. അപ്പൊ അങ്ങനെ ഉള്ള വ്യത്യസ്തമായ ഫീലിംഗ് ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് ഈ ഇത്തരം പിന്നോക്കമുള്ള കുട്ടികൾ കൂടി യാന്ത്രികമായി നേരെയായി വരുന്നത് കാണാം. ഇപ്പൊ പാട്ടുകൾ ഉപയോഗിക്കുക, നല്ല വർണ്ണാഭമായ പേപ്പറുകൾ ഉപയോഗിക്കുക, വർക്കുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലേ കൊണ്ട് അക്ഷരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ മണലിൽ അക്ഷരം എഴുതുക, അല്ലെങ്കിൽ വെള്ളം കൈകൊണ്ട് മുക്കിയിട്ട് കയ്യിലും മറ്റുമൊക്കെ അക്ഷരം എഴുതുക. ഇത്തരം സമീപന രീതികൾ സ്വീകരിക്കുന്നത് കുട്ടികൾക്ക് പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാനും ചില കുട്ടികൾക്കൊക്കെ മനസ്സിലാകാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാകാനൊക്കെ സഹായിക്കും. രണ്ടാമത്തെ കാര്യം, കളിയിലേക്ക് കൊണ്ടുവരിക. മേക്ക് ഇറ്റ് പ്ലേഫുൾ, കളിയായിട്ട് അത് കൊണ്ടുവരിക. ടേൺ ലെറ്റർ ലേണിംഗ് ഇൻ ടു ഗെയിം, ഒരു കളിയിലേക്ക് ഈ സാധനത്തെ, അക്ഷരത്തെ മാറ്റുക. അപ്പോ ബായിനെ തോണിയാക്കുക. അങ്ങനെ വ്യത്യസ്തമായ രീതികൾ സ്വീകരിക്കാം. ഒരേ രീതി തന്നെ ആകണമെന്നില്ല, പക്ഷെ അവർക്ക് പറ്റുന്ന കളികളിലേക്ക് ആ സാധനത്തെ അപ്ലൈ ചെയ്ത് കൊണ്ടുവന്നാൽ വളരെ എളുപ്പം കുട്ടികൾ പഠിക്കുന്നത് കാണാം. പിന്നോക്കം നിൽക്കുന്ന, ഒരുപക്ഷെ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്ന് പറയുന്ന കുട്ടികളിൽ വരെ ഇത് ഫലപ്രദമാകുന്നത് കാണാം. യു ക്യാൻ ക്രിയേറ്റ് സ്കാവഞ്ചർ ഹണ്ട്സ് ഫോർ സ്പെസിഫിക് ലെറ്റേഴ്സ് അറൌണ്ട് ദ ഹൗസ്, ഒരു വീട്ടു സാഹചര്യങ്ങളിൽ. അതുപോലെ ലെറ്റർ തീമായിട്ട്, ആ അക്ഷരം തീമായിട്ടുള്ള പസിൽസ് കൊണ്ടുവരിക, അക്ഷരം ആയിട്ടുള്ള പസിൽസ്. അപ്പൊ ആ പസിൽസ് വെച്ചിട്ടുള്ള കളികൾ, അത് വെച്ചിട്ടുള്ള ബ്ലോക്ക് ഉണ്ടാക്കൽ. അപ്പൊ അത്തരം സംഗതികൾ ചെയ്യുന്ന സമയത്ത് അതൊരു കളിയാവുകയും ഒരു പ്ലേ ആകുകയും അതേ സമയത്ത് തന്നെ അത് പെട്ടെന്ന് പഠിക്കുന്നത് കാണാം. മൂന്നാമത്തെ കാര്യം, ഫോക്കസ് ഓൺ ലെറ്റർ ഫോർമേഷൻ.
അക്ഷര രൂപീകരണത്തിൽ ശ്രദ്ധിക്കുക. അതായത് അക്ഷരം രൂപീകരിക്കുന്നതിൽ ശ്രദ്ധിക്കുക. ആ അക്ഷരങ്ങളെ എങ്ങനെയാണ് എഴുതുമ്പോൾ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു. അതായത് ഒരു അക്ഷരം ഇങ്ങനെ ആയാ മതി എന്നുള്ളതിന് പകരം, ഒരു അക്ഷരം അവിടെ ഉണ്ടായാൽ മതി എന്നതിന് പകരം, ആ അക്ഷരം രൂപീകരിക്കുന്നത് എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചിട്ടാണ് ആ അക്ഷരം രൂപപ്പെടുന്നത്, ഈ ബോധം നൽകുക. അപ്പൊ അക്ഷരങ്ങൾ എഴുതാമെന്ന് എങ്ങനെ എഴുതാനാണെന്ന് കാണിച്ചു കൊടുക്കുക. അവരെ കൊണ്ട് എഴുതിക്കൽ മറ്റൊരു വിഷയമാണ്. അതേസമയത്ത് അവർക്കത് രൂപപ്പെടാൻ എങ്ങനെ എഴുതുന്നു എന്ന് മനസ്സിലാവുമ്പോൾ അക്ഷരത്തിന്റെ രൂപീകരണം അവരുടെ മനസ്സിൽ സ്ഥാപിക്കപ്പെടും. ഇങ്ങനെ റാ തൊട്ട് തുടങ്ങുന്നത് ഇവിടെ നിന്ന് ഇവിടെയാണ്, അല്ലെങ്കിൽ ജീമ് തുടങ്ങുന്നത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെയാണോ അത് തിരിയാതിരിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ ഉള്ളിൽ ആ അക്ഷരത്തെ കുറിച്ച് കൺഫ്യൂഷൻ വരികയും പഠിക്കാൻ പ്രയാസമാവുകയും ചെയ്യും. മികച്ച മോട്ടോർ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും അക്ഷരങ്ങൾ തിരിച്ചറിയുന്നതിനും അവരെ സഹായിക്കുക. എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങൾ എഴുതാൻ അവർക്ക് ഈ മസിൽസ്, ഈ കൈയിന്റെ വിരലുകളിലെ ഓരോ മസിൽസും, പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് ഘട്ടത്തിലെ മസിൽസ്, ഇത് ഡെവലപ്പ് ആയിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് എഴുതാൻ വളരെ പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ മസിലുകൾ ഡെവലപ്പ് ആകാൻ, അതുപോലെ മസിലുകൾ ഡെവലപ്പ് ആയാൽ മാത്രം പോരാ, കണ്ണിന്റെ കാഴ്ചയും ഇതിന്റെ പ്രവർത്തനവും തമ്മിൽ ഏകോപിക്കണം. ഇങ്ങനെ പല പ്രവർത്തനങ്ങൾ ഏകോപിക്കാനൊക്കെ കുട്ടികൾക്ക് സഹായകമാകുന്നതാണ്. ഈ ഫോർമേഷൻ മനസ്സിലായാൽ അത് ഏറെ സഹായകമാകും. നാലാമത്തെ കാര്യം, അസോസിയേറ്റ് ലെറ്റേഴ്സ് വിത്ത് ഫെമിലിയർ ഓബ്ജക്ട്സ്. എന്ന് പറഞ്ഞാൽ നമ്മള് കൂടുതൽ ഉപയോഗിച്ച് ശീലമുള്ള, ഉദാഹരണത്തിന് ഏകാരം പഠിപ്പിക്കുകയാണ് മലയാളത്തിൽ. അപ്പോ പഴയ ഫോൺ റിസീവർ ഓർമ്മ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അപ്പൊ ആ ഫോൺ റിസീവറിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യുക. ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സാധനത്തോട്, ഒരു വസ്തുവിനോട് ഒരു അക്ഷരത്തെ കണക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ അതിനെ അസോസിയേറ്റ് ചെയ്യുക എന്ന് പറയും. അങ്ങനെ ഒരു ഒബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അഥവാ ഒരു വസ്തുവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അത് കുട്ടികളിൽ പെട്ടെന്ന് കണക്ഷൻ ഉണ്ടാക്കും. അപ്പൊ ആപ്പിൾ വ്യാപകമായി കാണുന്ന ഒരു സാധനമാണെന്ന് സങ്കല്പിക്കുക. ആപ്പിൾ പറയുന്ന സമയത്തുള്ള അതിൽ ഉള്ള എ, അപ്പോ അത് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബന്ധം, എപ്പോഴും കുട്ടികൾ കളിക്കുന്ന ബോളുമായിട്ട് ബന്ധമുള്ള ബി പറയുമ്പോഴുള്ള ബന്ധം, അങ്ങനെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു വസ്തു, ആ വസ്തുവുമായി ഇത് അക്ഷരത്തെ കണക്ട് ചെയ്യുക. അഞ്ചാമത്തെ കാര്യം, റീഡ് അലൗഡ്, ഉച്ചത്തിൽ വായിക്കുക. അതില് റീഡ് ആൽഫബറ്റ് ബുക്സ് ഓർ സ്റ്റോറീസ് വിത്ത് റിപ്പിറ്റേറ്റീവ് ഫ്രേസ്, ആവർത്തിച്ചിട്ട് വായിക്കുക. അതുപോലെ ദ എംഫസൈസ് ലെറ്റർ സൗണ്ട്, ആ അക്ഷരത്തിന്റെ സൗണ്ട് കഴിയുന്നതും ക്ലിയർ ആയിട്ട്, അത് നല്ല പ്യൂറായി നല്ല വ്യക്തതയോടെ കൊണ്ടുവരിക. ആ അക്ഷരത്തിന്റെ, അവർ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അക്ഷരത്തിന്റെ ഉച്ചാരണം, മഹ്റജുകളൊക്കെ, പ്രൊനൗൺസിയേഷൻ വളരെ കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ, അതിന്റെ ഉച്ചാരണ സ്ഥാനങ്ങൾ അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ റിപ്പീറ്റ് ചെയ്യുക. ഇത് അഞ്ചാമത്തെ കാര്യം. ആറാമത്തത്, സിംഗ് ആൽഫബറ്റ് സോങ്, അക്ഷരമാലകളൊക്കെ പാട്ടായിട്ട് കൊണ്ടുവരിക. അത് എല്ലാ ദിവസവും വരിക. ഒരു പ്രയാസാകുന്നതിന് പകരം എല്ലാ ദിവസവും അതിങ്ങനെ ഒരു സോഫ്റ്റ് കോർണറിലൂടെ വരണം. അതായത് വളരെ മൃദുലമായ സമീപനത്തിലൂടെ അത് വരണം. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ സിംഗിങ് ദ ആൽഫബറ്റ് സോങ് ഈസ് എ ക്ലാസിക് വേ ടു ടീച്ച് ലെറ്റേഴ്സ് ഓർഡർ. അതിന്റെ ഓർഡറുകൾ, അതിന്റെ ക്രമീകരണമൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ വളരെ സഹായകമാകുന്നതാണ് അങ്ങനത്തെ ആൽഫബറ്റ് പാട്ടുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. യു ക്യാൻ ഫൈൻഡ് മെനി വേരിയേഷൻ ഓഫ് ആൽഫബറ്റ് സോങ് ഓൺ എഡ്യൂക്കേഷണൽ വെബ്സൈറ്റ് ഓർ യൂട്യൂബ്. യഥേഷ്ടം നമുക്ക് കിട്ടുന്നതാണ്, യൂട്യൂബിലും വെബ്സൈറ്റിലും ഒക്കെ യഥേഷ്ടം കിട്ടുന്നതാണ്. ഏഴാമത്തെ കാര്യം, യൂസ് ടെക്നോളജി ഉപയോഗപ്പെടുത്തുക. ക്ലാസ്സിൽ വേണമെങ്കിൽ നമുക്ക് ഈ വ്യത്യസ്ത ടെക്നോളജികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രൊജക്ടേഴ്സ് അവൈലബിൾ ആണ്. ഫോണ് തന്നെ ക്ലാസ്സിൽ പ്രൊജക്ടറായി ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ടെക്നോളജികൾ ഇതിൽ ഉപയോഗപ്പെടുത്തുന്നത്. ദർ ആർ മെനി എഡ്യൂക്കേഷണൽ ആപ്പുകൾ കാണാം, പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻസ് കാണാം. അതുപോലെ ഗെയിമുകൾ കാണാം. പ്ലേ സ്റ്റോർ ഒക്കെ എടുത്താൽ ഇഷ്ടം പോലെ അക്ഷരം പഠിപ്പിക്കാൻ പറ്റുന്ന ഗെയിമുകൾ അവൈലബിൾ ആണ്.
ഡിസൈൻ ടു ടീച്ച് ലെറ്റേഴ്സ് ടു യങ് ചിൽഡ്രൻ. ചെറിയ മക്കൾക്ക് ലെറ്ററുകൾ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷനുകൾ യഥേഷ്ടം ലഭ്യമാണ്. പ്രത്യേകിച്ച് അറബിയിലും ഇപ്പോൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. സെലക്ട് വൺസ് ദാറ്റ് ആർ ഇന്ററാക്റ്റീവ് ആൻഡ് എൻഗേജിങ്. എന്നിട്ട് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, ആശയവിനിമയം നടത്തിയിട്ട് അവർക്ക് സ്വീകാര്യമാകുന്ന ഒരു പരുവത്തിൽ കൊണ്ടുവരിക. എട്ടാമത്തത് ഇൻകോർപ്പറേറ്റ് ലെറ്റർ ക്രാഫ്റ്റ്, അതായത് ക്രിയേറ്റ് ക്രാഫ്റ്റ്സ് ദാറ്റ് റിസംബിൾ ലെറ്റേഴ്സ്. ഈ ലെറ്ററിന്റെ മോഡലുള്ള സാധനങ്ങൾ ക്ലേ ആയിട്ടോ അതല്ലെങ്കിൽ മറ്റു സാധനങ്ങളായിട്ടൊക്കെ മാലമണി കൊണ്ട് അക്ഷരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചെറിയ കട്ടകൾ ഉപയോഗിച്ചിട്ട് അക്ഷരം ഉണ്ടാക്കുക. ഇങ്ങനെ അവരുമായിട്ട് സഹകരിച്ചിട്ട് അക്ഷരങ്ങൾ ഉണ്ടാക്കുക, അവർക്കൊരു പ്രവൃത്തി ഉണ്ടാവുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒമ്പതാമത്തത് റിപ്പീറ്റേഷൻ ആൻഡ് പ്രാക്ടീസ്. ഒരു പഠിച്ച സംഗതികൾ നിരവധി തവണ ആവർത്തിക്കാൻ അവസരം കൊടുക്കുക. ഒരു സംഗതി പഠിച്ചാൽ അത് കാണാനുള്ള അവസരങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ സൃഷ്ടിക്കുക. ഒരു ഷോപ്പിന്റെ ബോർഡിൽ അക്ഷരം ഉണ്ടോ നോക്കാൻ പറയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം, ഒരു പത്രം കാണുമ്പോൾ അതിൽ അക്ഷരം ഉണ്ടോ നോക്കാൻ പറയാം. ഇങ്ങനെ റിപ്പീറ്റേഷൻ, അത് പ്രാക്ടീസും ആകുക, ആവർത്തനവും പ്രാക്ടീസും വരിക. പത്താമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, ഒരക്ഷരത്തിൽ ഏതെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പറ്റിയാൽ അത് ആഘോഷിക്കുക. സെലിബ്രേറ്റ് പ്രോഗ്രസ്. ചെറിയ ഒരു നേട്ടം ഉണ്ടായാൽ പോലും ആ നേട്ടത്തെ ആഘോഷിക്കുക. അങ്ങനെ ആഘോഷിക്കുന്ന സമയത്ത് എൻകറേജ് ആൻഡ് പ്രൈസ്, അവർക്ക് സമ്മാനം കൊടുക്കുക, അവരെ വളർത്തുക. ചിൽഡ്രൻ ഫോർ ദെയർ എഫേർട്സ് ആൻഡ് പ്രോഗ്രസ് ഇൻ ലേണിംഗ് ലെറ്റേഴ്സ്. അക്ഷരങ്ങൾ പഠിക്കുന്ന സമയത്ത് അവരുടെ ഓരോ പുരോഗതിയിലും നന്നായിട്ട് ആഘോഷിക്കുക. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, അവരെ അഭിനന്ദിക്കുക. അത് ഹെൽപ്സ് മോട്ടിവേറ്റ് ദം ടു കണ്ടിന്യൂ ലേണിംഗ്. തുടർന്ന് ആവേശത്തോടെ അവർ പഠിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നാം ഊന്നൽ നൽകേണ്ടത് അവരെ അഭിനന്ദിക്കാനാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ചെറിയ മക്കളെ അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കഴിയും. നമ്മുടെ മക്കൾക്ക് സന്തോഷകരമായ ദിനങ്ങൾ സമ്മാനിക്കാൻ, സന്തോഷകരമായ ഭാവി സമ്മാനിക്കാൻ നമുക്ക് കാരണമാകാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ.